രണ്ട് പിള്ളേരുമായിട്ടുള്ള എൻ്റെ ഡേ ഇൻ ലൈഫ് ഞാൻ കാണിച്ചു തരാവേ. ഇതെൻ്റെ പഴയ വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എണീറ്റ പാടെ തന്നെ ഞാൻ പെരയൊക്കെ അടിച്ചു വരും. കാരണം കുഞ്ഞ് അവൾ താഴെ കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വായിലൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ താഴെയെല്ലാം അടിച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ അവളെ താഴെ വിടുന്നത്. അപ്പോൾ അവൾ കുറച്ച് നേരം അതിൽ കൂടെയൊക്കെ നടന്ന് കളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവളങ്ങ് കിടന്ന് ഉറങ്ങിക്കൊള്ളൂ കേട്ടോ. അവൾ കിടന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ ബേബു എന്നുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ബേബു പൊതുവേ നമ്മൾ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാത്ത ദിവസങ്ങളിലാണ് ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ. കാരണം ഉപ്പുമാവൊക്കെ അവന് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആക്കും. അപ്പോൾ ഇന്ന് ഞാൻ അവന് മുരിങ്ങയിലയും കൊണ്ട് ഒരു ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ തലേ ദിവസം തന്നെ ഒരു ഇച്ചിരി അരി എടുത്ത് വെള്ളത്തിലിട്ടിട്ട് കിടക്കും. അതാകുമ്പോൾ രാവിലെ ഇങ്ങനെ എന്തെങ്കിലും ഇലകളൊക്കെ ചേർത്തിട്ട് ഒരു ദോശ പോലെ ഉണ്ടാക്കുവാണെങ്കിൽ അവനത് കഴിച്ചോളും കേട്ടോ. പിന്നെ ഇത് ഹെൽത്തിയും കൂടെ ആണല്ലോ, അതുകൊണ്ട് ഞാൻ ഇത് കൊടുക്കും. അത് കഴിഞ്ഞ പാടെ തന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞ് എണീറ്റു കേട്ടോ. അങ്ങനെ അവൾ തൊട്ടിയിൽ കിടന്ന് കളിച്ച് അങ്ങനെ അവളുടെ മൂടൊക്കെ ഒന്ന് ശരിയായതിന് ശേഷം ഞാൻ അവൾക്ക് കുറുക്ക് കൊടുക്കാൻ തുടങ്ങുവാണ്. അവൾക്ക് ഞാൻ രാഗി കുറുക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ രാഗി ഞാൻ മേടിച്ചിട്ട് കഴുകി വാരി ഇങ്ങനെ 24 hours ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അത് മുളപ്പിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ഇങ്ങനെ വെക്കും. 1 കിലോയൊക്കെയാണ് മേടിക്കാറുള്ളൂ. അങ്ങനെ വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഈ കുഞ്ഞു പിള്ളേർക്ക് ഒത്തിരി വേണ്ടല്ലോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവളെ കുറുക്ക് കുടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഈ വീട്ടിലെ കളിപ്പാട്ടമെല്ലാം എടുത്ത് വെച്ച് പിന്നെ ബേബും കുറച്ച് കളിപ്പിച്ച് ഒക്കെ കുറച്ച് ഒക്കെ അവൾ കഴിക്കും കേട്ടോ. അവൾക്ക് ഇരുന്നുകൊണ്ട് കഴിക്കണം. പിന്നെ അവൾക്ക് ഓരോ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി എടുത്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവളെ കുറുക്ക് കുടിപ്പിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്വീറ്റ് കോൺ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ബേബുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്വീറ്റ് കോൺ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ തിന്ന് നോക്കിക്കഴിഞ്ഞപ്പം സൂപ്പറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞാവയ്ക്കാണെങ്കിൽ കുറുക്ക് ശരിക്കും അവൾ തിന്നില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴത്തേക്കും അരി കഴുകി വാരി അടപ്പത്തിടാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അരി ഇട്ടു. ഞങ്ങൾ വിറകടുപ്പാണ് യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി. കാരണം നമുക്കിവിടെ വിറകിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനെ അരി ഇടാനും പിന്നെ ഇറച്ചിയൊക്കെ കുക്ക് ചെയ്യാനൊക്കെ നമ്മൾ വിറകടുപ്പ് യൂസ് ചെയ്യും കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. അവൾ ആദ്യം കഴിക്കാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കൊടുക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ അവൾക്ക് കുറുക്ക്. അങ്ങനെ കുറുക്കൊക്കെ കൊടുത്തു. പിന്നെ ഇവളെന്ന് കുഞ്ഞാവെന്ന് പറയുമ്പം അവൾ പെട്ടെന്നൊരു വൊമിറ്റ് ചെയ്യുന്നൊരു രീതിയാണ്. കാരണം ചെറുപ്പത്തിൽ തന്നെ ആയാലും ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കൊക്കെ അവൾ വൊമിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസം 2-3 പ്രാവശ്യമൊക്കെ വൊമിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ തന്നെ പേടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് അവൾ നിർത്തിയ അന്നേരം തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ ഫോഴ്സ് ചെയ്ത് കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്നേരം നിർത്തിയിട്ട് വീണ്ടും കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചക്കയും പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, അത് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് നല്ല അടിപൊളി മഴയാട്ടോ. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ബേബുവിന് ഭയങ്കര ഇഷ്ടമാണ് പുറത്തിറങ്ങി കളിക്കാനൊക്കെ. അങ്ങനെ അവൻ എന്നോട് പറയുക ഞാൻ പുറത്ത് പോയി കളിക്കും അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ കുഞ്ഞാവയുടെ കുറുക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞാവിനെ കുളിപ്പിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവളെ കുളിപ്പിക്കാൻ വേണ്ടിയൊക്കെ പോയി ദാണ്ടെ കുളിപ്പിച്ചിട്ട് വന്ന് കിടക്കുവാണ് കേട്ടോ. കുളിച്ചതിൻ്റെ സന്തോഷത്തിൽ കിടക്കുവാണ്. അവൾ കുളിച്ചൊന്ന് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ബേബു കളിക്കുന്നതിൻ്റെ അടുത്തേക്ക് ഞാൻ കുഞ്ഞാവേനെ കൂടെ കൊണ്ടുപോയി കേട്ടോ. അവൾക്കാണെങ്കിൽ അച്ചാച്ചൻ്റെ അടുത്തേക്ക് പോകാഞ്ഞിട്ട് ഒരു സമാധാനമില്ല കേട്ടോ. അവൾക്കും ഒന്ന് പോയി ആ മഴയത്തേക്കിടയൊക്കെ നടക്കണം, മണ്ണൊക്കെ വാരണതൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ബേബു പിന്നെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങ് നടന്നോളും. ഞാൻ അവനിങ്ങനെ വിടും കേട്ടോ. തല നനയ്ക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കുടയും പിടിച്ചുകൊണ്ട് പോയി ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ തല നനയാണ്ട് അവിടെ ഇരുന്ന് കളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൈകൊണ്ട് വാരി കുറേ മണ്ണിലൊക്കെ കളിച്ച് ചിലപ്പോൾ അത് മേത്തൊക്കെ തൂക്കും. അല്ലെങ്കിൽ പിന്നെ JCBയുടെ തുമ്പിക്കൈ പറിച്ചെടുത്തിട്ടുണ്ട്. അതും അതിൻ്റെ അകത്തുനിന്ന് മണ്ണ് കോരി ടിപ്പറിലേക്ക് ഇടുന്നു. അങ്ങനത്തെ കുറേ കലാപരിപാടികളൊക്കെ ആയിട്ട് അവനിങ്ങനെ അങ്ങ് ഇരുന്നോളൂ കേട്ടോ. അത് കഴിഞ്ഞ് മടുത്ത് കഴിയുമ്പോൾ അവൻ തന്നെ പറയും അമ്മേ ഞാൻ മടുത്തു എന്ന് പറയും. അന്നേരം പിന്നെ അവനെ അങ്ങ് കഴുകിച്ച് അവന് ഉപയോഗിച്ച സാധനങ്ങളുമെല്ലാം കുടയക്കടയൊക്കെ മൊത്തം മണ്ണാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവനെ കയറ്റി അകത്ത് വിട്ടു കേട്ടോ. അവനെ അകത്ത് വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുഞ്ഞാവയ്ക്ക് ഒരു ഉറങ്ങുന്ന സമയമായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ കുഞ്ഞാവേനെ ഉറക്കി. അങ്ങനെ കുഞ്ഞാവ ഉറങ്ങി. കുഞ്ഞാവേനെ തൊട്ടിയിലൊക്കെ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ബേബു ഇവിടെ കളർ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തുണി അലക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ബേബു അമ്മേ ഞാൻ കളർ അടിച്ചത് കാണുമെന്നും പറഞ്ഞ് അവൻ അത് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടു കുറച്ച് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവനോട് പറഞ്ഞു വേറെ ഫിഷിന് കളർ കൊടുക്കുമോനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ തുണി അലക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും ഇവനും എൻ്റെ കൂടെ തുണി അലക്കാൻ പറയണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ തുണി അലക്കാൻ പോയി. ഈ വീട്ടിൽ ആരെന്ത്
എന്ത് പണിക്ക് പോയാലും ഞങ്ങളുടെ എല്ലാവരുടെയും സഹായിയാണ് കേട്ടോ ഞങ്ങളുടെ ബേബിക്കുട്ടൻ. എല്ലാവരുടെയും കൂടെ നടന്നോളും. അടയ്ക്ക വറക്കാൻ മമ്മി പോയി കഴിഞ്ഞാൽ മമ്മിയുടെ കൂടെ പോകും. അങ്ങനെ പപ്പ എന്തെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പയുടെ കൂടെ പോവും. അങ്ങനെ ഇജാൻ്റെ കൂടെയും പോവും. അങ്ങനെയാണ് കേട്ടോ ഇവൻ. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൂടെ തുണിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനൊരു ചെറിയ തുണി കൊടുത്തിട്ട് എൻ്റെ സൈഡിൽ നിർത്തും. അപ്പോൾ അതിൻ്റെ അകത്ത് സോപ്പ് ഇട്ട് കൊടുത്തു. അത് കഴിയുമ്പോൾ ആ സോപ്പൊക്കെ ഇട്ട് ആ തുണിയൊക്കെ അലക്കിയും തല്ലിയൊക്കെ അവിടെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ ആദ്യം വരുമ്പോൾ ആ ബക്കറ്റിലിരിക്കുന്ന സോപ്പ് പൊടി കലക്കി കഴിഞ്ഞിട്ടുള്ള ആ പതയില്ല, അതൊക്കെ വഴിയിരിക്കും. അങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തു. അങ്ങനെ തിരിച്ച് കയറി വന്ന് ഞാൻ ബേബിക്കുട്ടിന് ചോറ് കൊടുത്തു കേട്ടോ. ഞാനിവന് ചോറ് കൊടുക്കുമ്പം നമ്മൾ വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നെയ്യ് ഒഴിച്ച് പിന്നെ ചക്കക്കുരു മാങ്ങയും കറി ഉണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു, പുഴമീനാണ്. അങ്ങനെ അതും എടുത്ത് അതുകൂടി ചോറ് കൊടുത്തു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് മഴ കുറഞ്ഞപ്പോൾ ഞാൻ പോയി ബാക്കിത്തെ തുണി ഒക്കെ പിഴിയാനുണ്ടായിരുന്നെല്ലാം പിഴിഞ്ഞ് കൊണ്ടുപോയി വിരിച്ചിട്ടിട്ടൊക്കെ തിരിച്ചു വന്നപ്പോൾ ബേബു ഇരുന്ന് ഭയങ്കര എഴുത്താണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ കുഞ്ഞാവ പെണ്ണായാലും ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ഒരു മൂഡൊന്നും ശരിയില്ലാത്ത രീതിയിൽ ഇരിക്കുവാണ് കേട്ടോ. ചിരിക്കുന്നൊന്നുമില്ല, ഭയങ്കര കലിപ്പിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രണ്ടുപേരെയും കൂടെ അപ്പേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കുറച്ച് ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയേക്കുവാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഭയങ്കര കളിയാണ് കേട്ടോ. അപ്പയുടെ കൂടെ ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബേബുവിനെ ഹെൽപ്പിംഗ് ബോയ് എന്നാട്ടോ വിളിക്കുന്നത്. കാരണം ഞാൻ ഇവന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ പണികളൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. കരിയാപ്പില പോയി പറിച്ചുകൊണ്ട് വരാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവനോട് പറയാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അവൻ ചെയ്യുകയും ചെയ്യും. ഞാൻ ആക്ച്വലി അവനെ അങ്ങനെയൊക്കെയാണ് എൻഗേജ് ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചിപ്സ് എല്ലാം ആയി കഴിഞ്ഞ പാടെ തന്നെ ഞാൻ അവന് ചിപ്സും പിന്നെ പാലുകടയും കൊടുത്തു. ഇനി ഈവനിങ് ആകുമ്പോഴാണ് അതിൻ്റെ ആക്ച്വൽ ടാസ്ക് തുടങ്ങുന്നത്. കാരണം ഇവർ രണ്ടുപേരെയും കുളിപ്പിച്ച് ഇവർക്ക് രണ്ടുപേർക്കും ഫുഡും കൊടുത്ത് ഞാൻ കുളിക്കുമ്പോഴത്തേക്ക് ഒരു നേരമാകും കേട്ടോ. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് കൊടുത്തതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല. എനിക്ക് നേരവേ കിട്ടത്തില്ല സത്യം പറഞ്ഞാൽ ഈവനിങ് ആയി കഴിയുമ്പോൾ. പിന്നെ ഇച്ചിരി ടൈം കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ആ പെര അങ്ങ് തുടച്ചിട്ടു. ഇനി കിടക്കാനുള്ള ടൈമാണ് കേട്ടോ. കിടക്കാൻ നേരം കുഞ്ഞാവേനെ ഞാൻ ഡൈപ്പർ ഇടിപ്പിച്ചിട്ടാണ് കിടത്തുന്നത്. അപ്പം ഇന്ന് രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. ഹസ്ബൻഡാണെങ്കിൽ ഡ്യൂട്ടി ഉണ്ട്. കുഞ്ഞാവ് നേരത്തെ ഉറങ്ങുന്ന ദിവസങ്ങളിലാണ് ഞാൻ ബേബുവിനെ കെട്ടിപ്പിടിച്ചാൽ കിടക്കും. എന്നിട്ട് അവനോട് കഥ പറയുവാണെങ്കിൽ അവൻ പെട്ടെന്ന് കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. പക്ഷേ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങാത്ത ദിവസം രണ്ടുപേരും ഭയങ്കര കളിയായിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരെയും വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് എപ്പോൾ കിടന്നുറങ്ങുമെന്ന് എനിക്ക് യാതൊരു പിടുത്തവും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. കണ്ടതിന് 1000 നന്ദി.